മോർഗൻ ഫ്രീമാൻ അല്ലേ, പുള്ളി അതിഭീകര സുന്ദരനല്ലല്ലോ. പക്ഷെ മോർഗൻ ഫ്രീമാൻ ഒരു വട്ടം കണ്ടാൽ നമ്മള് മറക്കില്ല അയാളെ. പുള്ളിയുടെ സൗണ്ട് എങ്ങനെയുണ്ട്? പുള്ളിയുടെ സൗണ്ടാ മറക്കാം ഒരു പരിധി വരെ ശരിയാ. അപ്പൊ അതുപോലെ അൻവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ എന്ന് പറയുന്നത് മറ്റേ പട്ടികളെ നിർബന്ധിച്ചിട്ട് ആ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് 3 പേർക്കും കുളിക്കാൻ 3 രീതികളാണെന്നുള്ള അറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ. അതിനുശേഷം ഞാൻ അൻവിനെ മറന്നിട്ട് തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ മറന്നു പോലും അവരെ ഒരു പോയിന്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നില്ലേ? മനുഷ്യന്മാരല്ലേ, ഇപ്പൊ കമ്പാനിയൻഷിപ്പ് അങ്ങനെ ആലോചിക്കില്ലേ? താല്പര്യമില്ല ബ്രോ. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പോകും, ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങനെ അധികം ആരും നിൽക്കാനൊന്നും പോകില്ല. നമ്മള് എനിക്കിപ്പോ എന്റെ ഈ ലൈഫ് ഞാൻ നല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ലൈഫ് ഭയങ്കര സ്മൂത്താ. എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കൂടെ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്. ഞങ്ങള് സൗകര്യമുള്ളപ്പോൾ പുറത്തുനിന്ന് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വരും. ആ ഒരു ലിവിങ്. ഇതിനുള്ളിലോട്ട് ഒരാൾ വരുന്നു, അവരിതെല്ലാം കൂടെ കഷ്ടപ്പെട്ട് അഡാപ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡാപ്റ്റ് ആവാൻ പറ്റാതിരിക്കുന്നു. ഈ പറ്റാതിരിക്കുമ്പോൾ പോവല്ലോ. അപ്പൊ ഞാൻ എന്തിനാണ് എന്റെ ലൈഫിലോട്ട് വേറൊരു എക്സ്ട്രാ പാർട്ട് കയറ്റി വെച്ചിട്ട് അത് അഡാപ്റ്റ് ആവുക? ഒരു പസിൽ നമ്മൾ മാച്ച് ആവാത്ത ഒരു പസിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ +2 കാരണം കുറച്ച് സ്ത്രീ വിരോധി ആയിട്ടുണ്ടല്ലേ? ഐ നോ യു വാച്ചിങ്. പിന്നെ ഇവരെവിടെ എന്താ ചെയ്യാ അന്വേഷിച്ചു പോയിട്ടുണ്ട്? എല്ലാം അറിയാം. അപ്പൊ നിങ്ങളുടെ നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. മുടി പോയപ്പോ പെണ്ണും പോയി, പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല. അത് ഭയങ്കര ഒരു കാര്യം കേട്ടോ. എങ്ങനെ പോയാലും നമ്മൾ അവരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മൾ ആമ്പിള്ളേരല്ലേ. വിനീത് ശ്രീനിവാസനൊരു കാര്യം പറയില്ലേ, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കണ പോലെയാന്ന്. നമ്മുടെ സ്വന്തം വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് മാറിയോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമല്ലോ. അല്ലല്ലേ, നമ്മള് പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നു അൻവിൻ. അതൊക്കെ പറഞ്ഞ മോശമായി പോകത്തില്ലേ? അല്ല, ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവിടെ പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാൻ നടക്കുന്നത്. അതൊക്കെ ആത്മാർത്ഥയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. കല്യാണം കഴിക്കലുണ്ടല്ലേ? അല്ലെ, ഞാൻ പറഞ്ഞു എപ്പോഴേലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോ നാളെ ഇപ്പൊ നല്ലൊരാൾ വന്ന് ഞാൻ ഈ പറഞ്ഞ ലൈഫിലോട്ട് ഒരാൾ ഫിറ്റ് ആയി പെർഫെക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ഷുഡ് ഐ സേ നോ? അതൊന്നും ചെയ്യില്ല. എന്ന് പറഞ്ഞ ഞാനൊരു കല്യാണ വിരോധിയൊന്നും അല്ല. പ്രേമിക്കാൻ താല്പര്യമില്ല, പ്രേമിച്ച് നടന്ന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നടക്കുവോ ഇല്ലയോ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും എനിക്കില്ല. അത് കൊള്ളാം. ഇതിനാ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നല്ലത് എപ്പോഴേലും. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംസ്കാരം തന്നെ ഉണ്ടല്ലോ. ആളുകളെ മീറ്റ് ചെയ്യുന്നു, ഡേറ്റ് ചെയ്യുന്നു, മറ്റേ ലിവിങ് ടുഗദർ നടത്തുന്നു, അങ്ങനെ അതൊക്കെ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അതെ, ഈ മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ലിവിങ് ടുഗദർ ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടേ? ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലല്ലേ ഈ പ്രശ്നമുള്ളൂ. പോകുന്നില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറെയൊക്കെ മെസ്സേജ് വരും, ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നില്ല. എന്നെ എല്ലാരും ബ്രോന്ന് വിളിക്കുന്നത്. ഈ ബ്രോന്ന് വിളിച്ചിട്ട് പെങ്കൊച്ച് മെസ്സേജ് അയച്ചത് നമ്മൾ എന്ത് മറുപടി പറയാൻ അതിനോടൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരാളോട്. പിന്നെ അങ്ങനെ ഒരു ലൈഫ് വേണമെന്നോ നമുക്ക് ഇഷ്ടപ്പെട്ട് നടക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും പിന്നെ തോന്നിയിട്ടില്ല. ഒരു രീതിയിൽ ആ കുട്ടിയപ്പോ കുറച്ച് ഭാഗ്യവാദിയാ. ഏത് കുട്ടി? ആ വസ്തു കുട്ടി. നല്ല ഭാഗ്യതയായിരിക്കും. ഒഴിഞ്ഞു പോയല്ലോ. വീഡിയോ ഗെയിംസ് ഒരു പ്രധാന ഏരിയ എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ദിവസത്തില്. അതിന് വേണ്ടിട്ട് തന്നെ ഭയങ്കര OCD ഉണ്ടോ? പക്ഷെ ഗെയിംസിന്റെ കാര്യത്തിലുണ്ട്. ഗെയിംസിന്റെ കാര്യത്തിലുണ്ടല്ലോ. ഗെയിമിംഗ് റൂം സെറ്റപ്പില് ഇച്ചിരി വൃത്തി ആവശ്യമാണ്. അത് വെച്ചിട്ട് OCD എന്നൊക്കെ പറഞ്ഞ വലിയ ടേം അല്ലേ, വൃത്തിയാക്കി വെക്കും, അത്രേ ഉള്ളൂ. ക്ലെൻലിനെസ് ഉണ്ട്. അപ്പം അതിനോട് കാണിക്കുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് ആ ഗെയിമറുടെ ഒരു മൊത്തത്തിലുള്ള പ്രീവിയസ് ഹിസ്റ്ററി അറിയാൻ താല്പര്യമുണ്ട്. എവിടെന്നാ ഈ വീഡിയോ ഗെയിംസിനോട് ഇഷ്ടം തുടങ്ങുന്നത്? ചെറുപ്പകാലം തൊട്ട്. അതെനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള സംഭവം. നമ്മള് അതായത് TV കണക്ട് ചെയ്തിട്ട് നമ്മള് ചിപ്പൊക്കെ കുത്തി കീബോർഡൊക്കെ കണക്ട് ചെയ്ത് അവിടെ തുടങ്ങിയ പരിപാടി. അന്ന് കളിച്ചിരുന്ന ഗെയിം കോൺട്ര. അത് നമ്മൾ ആരെ കളിക്കാതെ, നമ്മളെല്ലാരും കളിച്ചിട്ടുള്ള ഗെയിം ആയിരിക്കില്ലേ കോൺട്ര. അവിടെ ഇവോൾവ് ചെയ്ത് ഇവിടെ ഈ ഒരു ഇപ്പം ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ഗെയിമർ ഒന്നുമില്ല. പക്ഷെ എനിക്ക് സന്തോഷമുള്ള സംഭവം അത്. ഗെയിം കളിച്ച ടൈം സ്പെൻഡ് ചെയ്യാൻ ഗെയിമിന്റെ കൂടുതൽ. ഞാനിങ്ങനെ ഒരു ആർക്കേഡ് ഗെയിം ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഗെയിം ഒക്കെ എടുത്ത് അത് ഫുള്ളി ഇരുന്ന് ഫിനിഷ് ചെയ്ത് അടുത്ത ഗെയിം പർച്ചേസ് ചെയ്ത് അതും കളിച്ചിരുന്ന്, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിലൊന്നും എനിക്ക് സമയവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. വേറെ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിരുന്ന ഗെയിം കളിച്ചു കൊടുക്കാം, അതൊക്കെ എനിക്ക് ഈസിയാണ്. വൈസ് സിറ്റി കാലഘട്ടം ഉണ്ടായിരുന്നോ? ഏതാ? GTA വൈസ് സിറ്റി. പിന്നെ അതൊക്കെ കമ്പ്യൂട്ടറിലുള്ള സമയമല്ലേ വൈസ് സിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞ് സാൻ ആൻഡ്രിയാസ് വന്നു, GTA 5 വന്നു, ഇപ്പൊ 6 വരാൻ പോകുന്നു. ഗെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിംസ്, ഡോഗ്സ്, കാസ്, ഇതാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് ലൈഫിൽ എന്തുള്ളൂ. ഏറ്റവും ക്രാക്ക് ആകാൻ പറ്റിയ ഒരു ലെവലുള്ള ഗെയിം ഏതായിരുന്നു? ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി ഗെയിം എന്ന് പറഞ്ഞ് കളിച്ച ഒരു ഗെയിം ഉണ്ട്, റെഡ് റിഡംപ്ഷൻ എന്ന് പറയും. അതൊരു വിഷയം ഗെയിമായിരുന്നു. നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ചില സമയത്ത് ഡൗട്ട് വരുന്ന
ഒരു ഗെയിം. അത് ബ്രോ ഒന്ന് കളിച്ചിട്ടുണ്ടോ? ഇല്ല അങ്ങനത്തെ ഗെയിംസിനെ കേട്ടിട്ടുണ്ട്. 2 സിറ്റുവേഷൻസ് തന്നിട്ട് തീരുമാനിക്കണം ഏത് യൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ നന്നായിട്ട് സ്റ്റോറി മോഡിൽ ഇരുന്ന് സ്റ്റോറി അനലൈസ് ചെയ്തൊക്കെ കളിച്ച് ഫിനിഷ് ചെയ്ത് പുള്ളി എല്ലാവരും നമ്മുടെ മിഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടി അറ്റത്തെത്തുമല്ലോ. ഞാൻ ഇങ്ങോട്ടുള്ള എല്ലാ ലെവൽസും തീർത്ത് പതുക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ മണ്ടയ്ക്ക് കയറുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ഇപ്പോഴും ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം റേസ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്ത് ഒന്നേന്ന് തുടങ്ങും, പിന്നെ പുതിയ സ്റ്റോറി തുടങ്ങും. കളിച്ച് തന്നെ പിന്നെയും കളിക്കാൻ ഇഷ്ടമാണ്. ടൈം പാസ് അല്ല, അതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്തിരിക്കും. പുസ്തക വായന, ബുക്സ് വായിക്കും. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കും. എനിക്കിഷ്ടമാണ് ബുക്സ് വായിക്കാൻ. ഞാൻ കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തലയിൽ കിട്ടും. എന്താ ബുക്സ് വായിക്കുന്നത് ഏറ്റവും ഇഷ്ടം? ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഫിക്ഷൻ അതൊക്കെ വായിച്ചിരുന്ന സമയം കളയത്തുള്ളൂ. നമ്മള് കമ്മ്യൂണിക്കേഷൻ, മണി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. റിച്ച് ഡാഡ് പുവർ ഡാഡ് അവിടെ നിന്നാണോ തുടക്കം? അല്ലല്ല, സ്റ്റാർട്ട് പുവർ ഡാഡൊക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എപ്പോഴേക്ക് വായിച്ചു പോകുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല സെറ്റപ്പ്. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് വേണ്ട, ഹൗ ടു മേക്ക് മണി വേണം നോക്കാം. ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് 92 ടെക്നിക്സ് ടു സ്പീക്ക് ടു എനിവൺ എന്നുള്ള രീതിയാ. അതൊക്കെ നല്ലതാ, സെയിൽസിനെ ഹെൽപ്പ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ബുക്സ് ഒക്കെ വായിക്കും. കാർസ് ഇപ്പൊ തൊട്ടാ ഏത് പോയിന്റ് തൊട്ടാ ജീവിതത്തിൽ ഒരു ഫാന്റസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാസിനേഷൻ ആയിട്ട് തോന്നി തുടങ്ങിയത്? ചെറുപ്പത്തിൽ ഫസ്റ്റ് വണ്ടി നമ്മള് NFS ഒക്കെ കളിച്ചു കൊടുക്കുന്ന കാലം ഉണ്ടല്ലോ. പിന്നെ ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണിക്കാത്ത വണ്ടികളുണ്ട്. ഞങ്ങളുടെയൊക്കെ ചില പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത് ആ NFSന്റെ ലുക്സ് ആക്കി എടുക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ട്. വണ്ടികൾ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യും. വണ്ടിപ്പണി അറിയാം. എന്റെ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും വണ്ടിപ്പണി അറിയാം. വണ്ടികളോട് താല്പര്യമുള്ള ആൾക്കാരെ കൂടെയുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ നല്ല പ്രൊജക്ട് വരുന്നുണ്ട്. സൂൺ ഇനഫ് പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ വണ്ടി കൊണ്ടുവരാം. ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന കാർ ഏതാ? ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഇവിടെയായി സ്കോപ്പിയോ അല്ലേ. എന്റെ ഫ്രണ്ടിന് ഒരു സ്കോപ്പിയോ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് സ്കോപ്പിയോ സാൻഡ്രോ, ഹുണ്ടായി സാൻഡ്രോയും ഒരു സ്കോപ്പിയോയും, അതാണ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അത് വണ്ടിപ്രാന്ത് നമ്മളുടെ ആമ്പിള്ളേർക്ക് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ആകുന്നേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെൺപിള്ളേരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന വണ്ടികളാണ്. ഒരു പെണ്ണിനെ നോക്കത്തില്ലായിരിക്കും ചിലപ്പോൾ. പെണ്ണ് കൊള്ളാലെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി പോയി നോക്കി, ദാറ്റ്സ് എ ഗുഡ് കാർ, ആ ഒരു രീതിയിൽ നമ്മൾ താഴെയിരിക്കുമല്ലോ. മോസ്റ്റ് ഓഫ് ദി ആമ്പിള്ളേർക്കും ആ ഒരു സെറ്റപ്പാ. വണ്ടികളോട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻ ആയിരുന്നോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാനൊക്കെ ഡെഫിനറ്റ്ലി ആണല്ലോ. അത് ആരാ ഇല്ലാത്തത്. ഈ വണ്ടികൾ അങ്ങനെ സിനിമയെ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമല്ല. പക്ഷെ ഒരു സിനിമ കണ്ട് നല്ലൊരു സെറ്റപ്പ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി അതുപോലെ ആക്കിയാൽ കൊള്ളാമെന്നൊരു പ്ലാനിങ്ങിൽ വെറുതെ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ബിൽഡ് ചെയ്യും. അപ്പൊ ഈ ജെയിംസ് ബോണ്ട് ഡാഷ് മാറ്റി മേടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. ആസ്റ്റൺ മാർട്ടിനൊക്കെ നല്ല വണ്ടിയാണ്, ഇഷ്ടമുള്ള വണ്ടിയാണ്. ചിലപ്പോ കൈ കാണുമായിരിക്കും, ചിലപ്പോ കൈ കാണത്തില്ല. കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും എല്ലാം ഞാൻ വിട്ടു പറയുന്നില്ലേ, എല്ലാം വിട്ടു പറയാൻ ത്രില്ല് പോയില്ലേ. അതും ശരിയാ. ഈ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോൾ ആളുകളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോഴും ഒരു പോയിന്റ് മാത്രമേ അവരോട് കാണിക്കുള്ളൂ. എല്ലാ വേർഷൻസും ഒന്നും അൻവൻ കാണിക്കില്ല. ഇല്ല, നമുക്കങ്ങനെ കാണിക്കാൻ ഒരാളില്ലല്ലോ. എല്ലാം നമ്മൾ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി റോ ആയിപ്പോയി. റോ ആയിട്ടൊരു മനുഷ്യനെ കാണിക്കേണ്ട കാര്യം തന്നെ. ഈ സീക്രട്സ് എപ്പോഴും എല്ലാ സീക്രട്സ് ബ്രോ ഒരിക്കലും റിവീൽ ചെയ്യരുത്. നമ്മളൊരാളോട് എന്തിനാ സീക്രട്ട് പറയുന്നത്? അവരവിടെ പോയി റിവീൽ ചെയ്യും. എടാ നീ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഒരാളോട് പറയും. അവിടെ പോയിട്ട് പറയും നിങ്ങൾ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. എനിക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ അറിയാം. ഞാൻ പറയാം, എൻ്റെ പാർട്ട്ണറിൻ്റെ ഊബറിൽ കയറിയ ആളാന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നിബു, പുള്ളിയുടെ പേരാ നിബു സിറിയക്, പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഒരു മനുഷ്യനോട് പറയത്തില്ല, എൻ്റെ മനസ്സിൽ കിടക്കും. എന്ത് പ്രശ്നം പുള്ളി എന്നോട് പറഞ്ഞാലും എനിക്ക് ആരോടും പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല. പുള്ളി ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞങ്ങൾ നിബിച്ചേട്ടെന്ന് വിളിക്കുന്നത്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത്യാവശ്യം ഏജ്ഡ് ആയെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഏജ്ഡാ ഡെഫിനറ്റ്ലി. അപ്പൊ 3-4 പിള്ളേരൊക്കെ ഉണ്ട്. പുള്ളിയുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാനെന്തിനാണ് അപ്പുറത്ത് പോയി പറയുന്നത്? ഇങ്ങനൊരു സ്കീമാണ്, പാവം മനുഷ്യൻ. അതൊന്നും വേണ്ട, എനിക്ക് കീപ്പ് ചെയ്യാൻ അറിയാം. എന്റെ വായിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ല. ഞാൻ എന്റെ സീക്രട്ട് അങ്ങോട്ട് പറയത്തുമില്ല. എന്തിനാ നമ്മൾ സീക്രട്ട്? നമ്മൾ കുറേയൊക്കെ ഹൈഡ് ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതി. അതൊക്കെ സിമ്പിൾ ലിവിങ്. നമ്മളതൊക്കെ ഡെവലപ്പ് ചെയ്താൽ മതി.